താലി. രചന സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 5. ദേവേട്ടാ ദേവേട്ടാ. കയ്യിൽ ചായയുമായി ദേവി ഉമ്മറത്തേക്ക് വന്നു. ഇതെവിടെ പോയി? റൂമിലുമില്ലല്ലോ. ഉമ്മറത്തെത്തുമ്പോൾ അതാ അച്ഛനോട് സംസാരിച്ച് നിൽക്കുന്നു അപ്പച്ചി. അപ്പച്ചി. ദേവി ചായ ഗ്ലാസ് കൈവരിയിൽ വെച്ച് അപ്പച്ചിയെ കെട്ടിപ്പിടിച്ചു. ഇതെപ്പോൾ വന്നു? അതും ഇത്രയും രാവിലെ? അപ്പച്ചിയുടെ ഇരു കവിളിലും മാറി മാറി ദേവി ചുംബിച്ചു. മാലുവും അവളെ ചേർത്ത് പിടിച്ചു. എത്ര നാളായി മോളെ നിന്നെ കണ്ടിട്ട്? നീ ഞങ്ങളെയെല്ലാം മറന്നോ? ആ ചോദ്യം കേട്ടപ്പോൾ ദേവിയുടെ മുഖം വാടി. സത്യമാണ്, വിവാഹത്തിന് ശേഷം ആകെ 1-2 തവണ താൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും പിന്നെ അമ്പൂട്ടനെ പ്രസവിച്ചപ്പോഴും കണ്ടതാണ്. നൂലുകെട്ടിന് എല്ലാവരെയും വിളിക്കാൻ അമ്മ സമ്മതിച്ചില്ല. അപ്പച്ചി വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. എവിടെ അമ്പൂട്ടൻ? ഉറക്കമുണർന്നോ? ഇല്ല അപ്പച്ചി, ഉറക്കമാണ്. ഞാൻ രാവിലെ അമ്പലത്തിൽ വന്നതാണ്. അപ്പോൾ പിന്നെ ഇവിടെ കയറി ഏട്ടനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതെന്തായെന്ന് ഇപ്പോൾ തോന്നുന്നു. ഇവിടെ വന്നതുകൊണ്ടല്ലേ നിന്നെ കാണാൻ കഴിഞ്ഞത്. അല്ലാതെ നിങ്ങൾക്കിവിടെ വരാനും നിൽക്കാനും ഒന്നും സമയമില്ലല്ലോ. അപ്പച്ചി പരിഭവം പറച്ചിൽ തുടങ്ങിയപ്പോൾ ഞാൻ ദേവേട്ടനെ വിളിക്കട്ടെ? വേണ്ട മോളെ, ഞാൻ ദേവനെ കണ്ടു വന്നപ്പോൾ തന്നെ. ഇപ്പോൾ അകത്തേക്ക് പോയതേ ഉള്ളൂ. ആണോ? അകത്ത് കണ്ടില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ തൊഴുത്തിനടുത്തായി നിൽക്കുന്നു ദേവേട്ടൻ. എന്താ ദേവേട്ട ഇവിടെ വന്ന് നിൽക്കുന്നത്? അമ്മായി എന്തെങ്കിലും പറഞ്ഞോ? പിന്നിൽ നിന്നും ദേവിയുടെ ശബ്ദം കേട്ടപ്പോൾ ദേവൻ തിരിഞ്ഞു നോക്കി. ഇല്ലടോ, അങ്ങനെയൊന്നുമില്ല. അഥവാ അമ്മായി എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ അത് കാര്യമുള്ളതാണ്. തനിക്ക് ഇവരെയെല്ലാം വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? എല്ലാത്തിനും കാരണം ഞാനാണല്ലേ ദേവി? തനിക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടോ? ദേവൻ വിഷമത്തോടെ ചോദിച്ചു. ദേവേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്കങ്ങനെ തോന്നുവോ? എൻ്റെ പ്രാണനല്ലേ, എൻ്റെ അമ്പൂട്ടൻ്റെ അച്ഛനല്ലേ, ഈ ദേവിയുടെ ദേവനല്ലേ? നിറഞ്ഞു തുളുമ്പിപ്പോയ ദേവിയുടെ കണ്ണുകൾ. എന്നോടിങ്ങനെ ഇനി ഒരിക്കലും ചോദിക്കല്ലേ ദേവേട്ട. എനിക്കത് സഹിക്കില്ല. ഇതിനാണോ എന്നെയും കൂട്ടി ഇവിടെ വന്നത്? ഇവിടെ വന്നത് മുതൽ ദേവേട്ടൻ്റെ ഈ സങ്കടം നിറഞ്ഞ മുഖമാണ് ഞാൻ കാണുന്നത്. നമുക്ക് ഇന്ന് തന്നെ തിരികെ പോകാം. അങ്ങനെയൊന്നുമില്ല പെണ്ണേ. ഞാൻ കാരണം നിൻ്റെ സന്തോഷങ്ങളെല്ലാം ഇല്ലാതായി പോയോ എന്ന് എനിക്കൊരു തോന്നൽ. അമ്മയോട് എതിർത്ത് സംസാരിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അച്ഛൻ മരിച്ചത് മുതൽ ഇത്രയും വരെ ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയത് അമ്മയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് നീയുമായുള്ള വിവാഹാലോചനയുമായി മുന്നോട്ട് പോയത്. പിന്നെ എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എത്രയോ തവണ നിൻ്റെ സങ്കടങ്ങൾ കാണുമ്പോൾ വീട് മാറി താമസിക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. പക്ഷെ അച്ഛൻ ഇല്ലാതെ വളർന്ന ഹരിക്കും അമ്മുവിനും ഞാൻ അവരുടെ ഏട്ടൻ മാത്രമല്ല, അച്ഛൻ കൂടിയാണ്. അവരെ ഓർക്കുമ്പോൾ ഹരി പകുതിയിൽ നിർത്തി. അതൊന്നും സാരമില്ല ദേവേട്ട, എനിക്ക് വിഷമമൊന്നുമില്ല. അമ്മയോടും അമ്മാവനോടും ഹരിയോടും അമ്മുവിനോടും എല്ലാം ദേവേട്ടനുള്ള സ്നേഹം എത്രയാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഒരിക്കലും ഞാൻ അവരിൽ നിന്ന് ഹരിയേട്ടനെ പിരിച്ച് മറ്റൊരു വീട്ടിലേക്ക് മാറില്ല. എൻ്റെ അമ്മൂട്ടൻ അവൻ്റെ അച്ഛമ്മയുടെയും ചെറിയച്ഛൻ്റെയും അപ്പച്ചിയുടെയും എല്ലാം സ്നേഹം അറിഞ്ഞു വേണം വളരാൻ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ ഒന്ന് വന്നേ, അപ്പച്ചി അന്വേഷിക്കുന്നു. ദേവനും ദേവിയും ഹാളിലെത്തുമ്പോൾ അപ്പച്ചി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. ദേവൻ ഡൈനിങ്ങിന് മുന്നിൽ വന്നിരുന്നു. അപ്പച്ചി പറഞ്ഞതൊന്നും മോൻ കാര്യമാക്കേണ്ട. 2 ആങ്ങളമാരുടെ ഇടയിൽ ഒരു പെങ്കൊച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് അപ്പച്ചി ഓരോന്ന് പറഞ്ഞു പോയത്. മക്കളത് മനസ്സിൽ വെച്ചേക്കണ്ട. നിങ്ങൾ സന്തോഷമായി ജീവിക്കുന്നത് കണ്ടാൽ മതി ഞങ്ങൾക്ക്. ഞാൻ എന്തായാലും അവിടെ വരെ വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ 2 പേരെയും കണ്ടല്ലോ. വരുന്ന ഞായറാഴ്ച സിദ്ധുവിനെയും കൂട്ടി ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് പോകാനുണ്ട്. ആഹാ, സിദ്ധുവേട്ടൻ്റെ വിവാഹകാര്യമൊക്കെ ആയോ? എൻ്റെ ദേവി, നിന്നെക്കാൾ എത്ര വയസ്സിന് മൂപ്പുണ്ട് അവന്. ഇനിയെങ്കിലും അവനെ പിടിച്ച് ഒരു പെണ്ണ് കെട്ടിച്ചില്ലെങ്കിൽ ചെറുക്കൻ ഇരുന്ന് മൂത്ത് നരച്ചു പോകും. അവൻ്റെ വിവാഹകാര്യം പറഞ്ഞപ്പോഴേ നിനക്ക് അമ്പരപ്പാണെങ്കിൽ പെണ്ണാരാണെന്ന് അറിയുമ്പോൾ നീ തുള്ളിച്ചാടും. അതാരാ അപ്പച്ചി? മൊത്ത സസ്പെൻസ് ആണല്ലോ. നിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി രമ്യയാണ് വധു. രമ്യയോ? ദേവിയുടെ പൊട്ടിച്ചിരി അവിടെ ആകെ മുഴങ്ങി. അവളുടെ ചിരിക്ക് പോലും എന്ത് ഭംഗിയായിരുന്നു. ദേവൻ അതിശയത്തിലാണ് അതൊക്കെ നോക്കി കണ്ടത്. ഇവിടെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ അവൾക്ക് ഇത്രയും ഭംഗിയായി ചിരിക്കാൻ കഴിയുമെന്നറിയുന്നത് പോലും. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഞങ്ങളോടൊപ്പം കളിക്കാൻ കൂടുമ്പോൾ അവൾക്ക് സിദ്ധുവേട്ടൻ്റെ ടീമിൽ ചേരാനായിരുന്നു ഏറ്റവും ഇഷ്ടം.
പണ്ടെപ്പോഴോ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് സിദ്ധുവേട്ടനെ അവൾക്ക് ഇഷ്ടമാണെന്ന്. പക്ഷെ ആ ഇഷ്ടം വളർന്ന് കല്യാണാലോചനയിലെത്തുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. ഏറ്റവും രസം ഇതൊന്നുമല്ല. ഇതൊന്നും സിദ്ധുവേട്ടൻ അറിയില്ല എന്നതാണ്. അതും കൂടി ആയപ്പോൾ ബാക്കിയുള്ളവരും ചിരിച്ചു. അമ്പൂട്ടൻ ഉണർന്നതും ദേവി അവന് പാല് കൊടുത്തു. മേല് കഴുകി ഡ്രസ്സ് മാറ്റി. അച്ഛൻ അവനെയും എടുത്തുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നീ പെട്ടെന്ന് ഡ്രസ്സ് മാറി വന്നാൽ നമുക്ക് നിന്റെ കൂട്ടുകാരി രമ്യയെ പോയി കാണാം. കുറേ നാളായി നീ കാണാൻ കൊതിക്കുന്നതല്ലേ അവളെ. രണ്ടുപേരും വേഗം ഡ്രസ്സ് മാറ്റി അമ്മയോട് പറഞ്ഞ് നേരെ ഡേ കെയറിലേക്ക് നടന്നു. ദൂരത്തു നിന്നേ കേൾക്കാമായിരുന്നു കുട്ടികളുടെ കരച്ചിലും വിളിയും ബഹളവും. അവരെ അനുനയിപ്പിക്കുന്നതിനു വേണ്ടി പാട്ടുപാടുകയും ഡാൻസ് കളിക്കുകയും ചെയ്യുന്ന ആയമാരെയും. ഡേ കെയർ എത്തുമ്പോഴേക്കും ഒച്ചയും ബഹളവും കൂടിക്കൂടി വന്നു. മുറ്റത്ത് നിൽക്കുന്ന അതിഥികളെ കണ്ടപ്പോൾ രമ്യയുടെ മുഖം വിടർന്നു. ഡീ, നീ ഇതെപ്പോൾ വന്നു? ദേവിയെ കണ്ട ഉടനെ രമ്യ പുറത്തേക്കിറങ്ങി വന്നു. ഇന്നലെ കൂടി അമ്മ നിന്നെക്കുറിച്ച് പറഞ്ഞതേയുള്ളൂ. എത്ര നാളായടി നിന്നെ കണ്ടിട്ട്. രമ്യ ദേവിയെ ചേർത്ത് പിടിച്ചു. ദേവന്റെ കയ്യിലിരുന്ന അമ്പൂട്ടൻ രമ്യയുടെ നേർക്ക് ചാടി. അമ്പടാ, നിനക്കെന്നെ അറിയാവോടാ കുഞ്ഞൂട്ടാ? ഞാൻ നിന്റെ അമ്മയുടെ കൂട്ടുകാരിയാണ്. അതൊക്കെ പണ്ടാണ്. ഇപ്പോൾ അമ്മയുടെ നാത്തൂനാകാൻ പോവുകയാണ് അല്ലേ ദേവി? ദേവൻ കളിയായി ചോദിച്ചു. രമ്യയുടെ മുഖം നാണത്താൽ ചുവന്നു. പോ ദേവേട്ടാ, കളിയാക്കാതെ. അപ്പച്ചി രാവിലെ വന്നിരുന്നു വീട്ടിൽ, അപ്പോഴാണ് പറഞ്ഞത്. ഏകദേശം അരമണിക്കൂർ അവിടെ നിന്നു. അതിനുശേഷം രമ്യയോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങി. എടാ, നീ എഴുന്നേറ്റ് പോയേ. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം മുഴുവൻ നീ ഇരുന്ന് കഴിച്ചു തീർത്താൽ പിന്നെ വീട്ടിൽ വരുന്നവർക്ക് കൊടുക്കണ്ടേ? പാതകത്തിലിരുന്ന് ഉണ്ണിയപ്പം കഴിക്കുന്ന സച്ചുവിനെ നോക്കി മാലതി കണ്ണുരുട്ടി. അവൻ കഴിക്കട്ടമ്മേ, അത് കഴിഞ്ഞ് മിച്ചമുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ കഴിച്ചാൽ മതി. അയ്യടാ, അനിയന് പറ്റിയ ഏട്ടൻ. ഞാനിതെൻ്റെ ദേവിമോൾക്ക് കൊടുക്കാനുണ്ടാക്കുന്നതാ. ആണോ അമ്മേ? അവൾ വന്നോ? ഉത്സാഹത്തോടെയുള്ള സുദ്ധുവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ മാലതി പുഞ്ചിരിച്ചു. ഞാൻ രാവിലെ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴി ഏട്ടനെ കാണാൻ അവിടേക്ക് കയറി. അപ്പോഴുണ്ട് ദേവിമോളും ദേവനും കുഞ്ഞും അവിടെ ഉണ്ട്. പിന്നെ ഞാൻ ഞായറാഴ്ചത്തെ ചടങ്ങിൻ്റെ കാര്യം കൂടി പറഞ്ഞിട്ടാണ് വന്നത്. അതെന്തായാലും നന്നായി അമ്മ. ഇനി അവിടെ വരെ പോയി ആ തള്ളയുടെ മുഖം കാണണ്ടല്ലോ. എന്ത് സ്ത്രീയാണവർ. ദേവിയെപ്പോലെ ഒരു മരുമകളെ കിട്ടിയത് അവരുടെ ഭാഗ്യമാണ്. ഇനി നമ്മൾ അതും ഇതുമൊന്നും പറയണ്ട. ദേവൻ അവളെ പ്രാണനാണല്ലോ. അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അളിയനെ വിചാരിച്ച് മാത്രമാണ് ഞങ്ങൾ ഇതിൽ ഇടപെടാത്തത്. അല്ലെങ്കിൽ എപ്പോഴും ആ തള്ളയുടെ ഹാലിളക്കം തീർത്തു കൊടുത്തേനെ. വേണ്ട വേണ്ട, ആവശ്യമില്ലാത്ത കുഴപ്പത്തിലൊന്നും പോകണ്ട. എടുത്തു ചാടി പറയുന്നതും ചെയ്യുന്നതും ഒന്നും പിന്നീട് ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റായി മാറും. നമ്മൾ കാരണം ദേവിമോളുടെ ജീവിതത്തിന് ഒരു കുഴപ്പവും സംഭവിക്കാൻ പാടില്ല. ഏട്ടനും ഏട്ടത്തിയും ഒന്നും അത് സഹിക്കാൻ കഴിയില്ല. ഉച്ചയൂണ് കഴിഞ്ഞ് അടുക്കളയിൽ അമ്മയ്ക്കൊപ്പം പാത്രങ്ങൾ കഴുകുകയായിരുന്നു ദേവി. ഇത്തിരി കൂടിയല്ലേ ഉള്ളൂ മോളെ, അമ്മ കഴുകിക്കോളാം. മോള് ദേവൻ്റെ അടുത്ത് ചെല്ല്. സംസാരിക്കാൻ ആളില്ലാതെ അവൻ വിഷമിക്കുന്നുണ്ടായിരിക്കും. പിന്നെയും ദേവി കറങ്ങിത്തിരിഞ്ഞ് അടുക്കളയിൽ നിന്നപ്പോൾ അമ്മ ഒന്നുകൂടി ശകാരിച്ചു. ദേവി റൂമിലേക്ക് വരുമ്പോൾ അമ്പൂട്ടനും ദേവനും ഉറക്കത്തിലാണ്. അവൾ ഇരുവരെയും ഉണർത്താതെ പതിയെ തിരികെ കൊണ്ടുപോകാനുള്ള തുണികൾ പാക്ക് ചെയ്യാൻ തുടങ്ങി. ഓരോ ഡ്രസ്സ് എടുത്ത് വയ്ക്കുമ്പോഴും അറിയാതെ കണ്ണുകൾ നിറയും. ശരിക്കും പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ നിൽക്കുന്നതാണ് ദേവിക്ക് ആകെ സ്വാതന്ത്ര്യവും സമാധാനവും. ദേവേട്ടൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് അമ്മ ശകാരിച്ചുകൊണ്ടിരിക്കും. ആദ്യമൊക്കെ വല്ലാത്ത വിഷമം തോന്നിയിരുന്നു. പിന്നെ പിന്നെ കാരണം എന്തെന്ന് പോലും അറിയാത്ത ശകാരമായപ്പോൾ മനസ്സ് മടുത്തു. കേട്ടു നിൽക്കും. വീണ്ടും അവിടേക്ക് പോകാനുള്ള കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സ് വല്ലാതെ അങ്ങ് നീറും. കുഞ്ഞുണ്ടായി കഴിയുമ്പോഴെങ്കിലും അമ്മയുടെ ഈ സ്വഭാവം മാറുമെന്ന് കരുതിയതിന് പക്ഷേ തന്നോടുള്ള ദേഷ്യം അമ്പൂട്ടനോട് പോലും അമ്മ കാണിച്ചു തുടങ്ങി. അതാണ് തനിക്ക് സഹിക്കാൻ വയ്യാതായത്. എന്നാൽ ഹരിക്കും അമ്മൂനും അമ്പൂട്ടനോട് ജീവനാണ്. അച്ചമ്മയേക്കാൾ അമ്പൂട്ടൻ പ്രിയം ചെറിയച്ഛനും ചെറിയമ്മ അപ്പച്ചിയോടുമാണ്. 2 ദിവസമായി ഹരിയും അമ്മുവും മാറിയും തിരിഞ്ഞ് ഒരുപാട് തവണ വിളിച്ചു. എപ്പോഴാണ് ഏട്ടത്തി നിങ്ങൾ വരുന്നത്? അമ്പൂട്ടനെ കാണാതെ ഒരു സുഖവും ഇല്ല. അമ്മൂട്ടി പരിഭവം പറഞ്ഞു. ഇന്നൊരു ദിവസം കൂടി ഇവിടെ നിൽക്കും. നാളെ നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ അവിടെ എത്തും. അങ്ങനെ പറഞ്ഞാണ് രണ്ടുപേരെയും സമാധാനപ്പെടുത്തിയത്. രാത്രിയിൽ ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കാൻ നേരം, ഇനി എന്നാ മക്കളെ നിങ്ങൾ ഇതുപോലെ ഇവിടേക്ക് വരുന്നത്? മാഷിൻ്റെ ചോദ്യം കേട്ട് കഴുപ്പ് നിർത്തി ദേവൻ ദേവിയുടെ മുഖത്തേക്ക് നോക്കി. വരാമച്ചാ, ആഴ്ചതോറും വരണമെന്നില്ല ദേവ. മാസത്തിൽ ഒരു തവണ കുഞ്ഞിനെയും അവളെയും കൊണ്ടുവന്ന് ഇവിടെ വരെ ഒന്ന് കാണിച്ചാൽ മതി. ഞങ്ങൾക്ക് കാണാനും സംസാരിക്കാനും വേറെ ആരുമില്ലല്ലോ. അച്ഛൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വേദന നിറഞ്ഞ സ്വരമായിരുന്നു അത്. ഒരുപാടൊന്നുമില്ല. ആണും പെണ്ണുമായി ഇവള് മാത്രമേ ഉള്ളൂ. സ്വത്തും പണവും ഒരുപാട് സമ്പാദിച്ചില്ലെങ്കിലും ഒരുവിധം കഴിഞ്ഞു പോകാനുള്ള ചുറ്റുപാട് ഞാനായി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം അവൾക്കുള്ളതാണ്.
മനസ്സറിഞ്ഞ എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഒരു നേരം തിന്നാതെയും കുടിക്കാതെയും അവൾ കഴിഞ്ഞുകൊള്ളും. ഒന്നിനും പരാതി പറയില്ല. പക്ഷേ കുടിക്കുന്ന വെള്ളത്തിന് അല്പ സമാധാനം കൊടുക്കാൻ അമ്മയോട് പറയണം. ദേവൻ്റെ മുഖം കുനിഞ്ഞുപോയി. അത് കേട്ടപ്പോൾ, നിന്നെ വേദനപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല ദേവാ, ഞങ്ങളുടെ വേദന കൊണ്ട് പറഞ്ഞു പോയതാണ്. ഇന്നിവിടെ ഈ നിമിഷം വരെ എൻ്റെ കുട്ടി നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തി ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. അവൾ ഒരിക്കലും അങ്ങനെ സംസാരിക്കുകയുമില്ല. ആ രീതിക്കല്ല ഞാൻ അവളെ വളർത്തിയത്. സ്വന്തം മകളെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് കാണാൻ പോലും കഴിയാത്ത അച്ഛനും അമ്മയുടെയും അവസ്ഥ നീ മനസ്സിലാക്കണം. കഴിഞ്ഞ തവണ അവളെ കാണാൻ വന്നപ്പോൾ 2 ഭിക്ഷക്കാർ വന്ന് നിൽക്കുന്നത് പോലെയാണ് നിന്റെ അമ്മ പെരുമാറിയത്. ഇതിനു വേണ്ടി എന്ത് തെറ്റാണ് എൻ്റെ കുട്ടി നിങ്ങളോട് ചെയ്തതെന്നറിയില്ല. അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടം എനിക്ക് മനസ്സിലാവും. ഞാനായിട്ട് അവളെ ഇന്ന് വരെ ഒരു കാര്യത്തിലും വേദനിപ്പിച്ചിട്ടില്ല. അവിടുത്തെ അവസ്ഥകൾ പലതും എനിക്ക് മനസ്സിലാവൂ അച്ഛാ. അമ്മ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ദേവിയോട് സ്നേഹമാണ്. അമ്മയുടെ ഭാഗത്തു നിന്ന് ഇനി പ്രശ്നമുണ്ടാകാതെ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം. അവളെക്കുറിച്ച് ഓർത്ത് അച്ഛനും അമ്മയും സങ്കടപ്പെടരുത്. എൻ്റെ കണ്ണടയും വരെ ഞാൻ പൊന്നുപോലെ നോക്കും. ആ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. തുടരും രുദ്രപ്രിയ.